പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. അനേകായിരങ്ങൾ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ പലപ്പോഴും വെള്ളം പാഴാക്കുന്നു. ഒരിക്കലും വെള്ളം പാഴാക്കരുത്. ജലം അമൂല്യമാണ് എന്ന കഥ കേൾക്കൂ. ഈ ചിന്നു അമ്മേ, മിന്നു ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഞാനല്ല, മിന്നുവാണ്. ചിന്നു മറുപടി നൽകി. മുത്തശ്ശി ചെടി നനയ്ക്കുന്ന ഹോസ് ഉപയോഗിച്ച് ചിന്നുവും മിന്നുവും പരസ്പരം വെള്ളം ചീറ്റിച്ച് കളിക്കുകയാണ്. നന്നായി കുളിപ്പിച്ചിടും ചിന്നുവിനെ ഞാൻ ഇന്ന്, നിന്റെ ഉടുപ്പിന്നു ഞാൻ വെള്ളത്തിൽ മുക്കുമല്ലോ. അഴയിൽ ഉണക്കാനിട്ടിരിക്കുന്ന വസ്ത്രങ്ങളിലും അവർ വെള്ളം ചീറ്റിച്ചു. ലഹള കേട്ട് ഇറങ്ങി വന്ന മുത്തശ്ശൻ പറഞ്ഞു, പൊന്നു മക്കളെ, അരുതരുത്, വെള്ളം ഇങ്ങനെ പാഴാക്കരുത്. അതെന്താ മുത്തശ്ശ, നമ്മുടെ കുളത്തിൽ ഇഷ്ടം പോലെ വെള്ളമില്ലേ? ചിന്നു ചോദിച്ചു. അതെ, കിണറ്റിലും ആവശ്യത്തിന് വെള്ളമുണ്ടെന്ന് അമ്മ പറഞ്ഞല്ലോ. മിന്നുവും ചോദിച്ചു. പുഴയുടെ അടുത്തായതിനാലും കുളവും കിണറും ഉള്ളതുകൊണ്ടും ഈശ്വരാനുഗ്രഹത്താൽ നമുക്ക് വെള്ളത്തിന് ക്ഷാമമില്ല. അതെ, അത് തന്നെയല്ലേ ഞങ്ങൾ പറഞ്ഞത്. നമുക്ക് ആവശ്യത്തിന് വെള്ളമുണ്ടെന്ന് കരുതി അഹങ്കരിക്കരുത്. വേനൽ ഇതുപോലെ കടുത്തു പോയാൽ നമ്മുടെ കിണറുകളും വറ്റും. ഇപ്പോൾ തന്നെ കേട്ടില്ലേ, പാലക്കാടും കോയമ്പത്തൂരും ബാംഗ്ലൂരും എല്ലാം വല്ലാത്ത ജലക്ഷാമമാണ്. അത് ശരിയാ. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് ക്ലാസ് ഇല്ലാത്തത് വെള്ളം കിട്ടാനില്ലാത്തത് കൊണ്ടാന്ന് പറയണ കേട്ടു. മനുച്ചേട്ടനും ക്ലാസ് ഇല്ല, അവിടെ ഹോസ്റ്റലിൽ വെള്ളമില്ല. ഇതൊക്കെ അറിഞ്ഞിരുന്നിട്ടാണോ മക്കളെ വില പിടിച്ച വെള്ളം ഇങ്ങനെ പാഴാക്കി കളഞ്ഞത്? മുത്തശ്ശി ചോദിച്ചു. ഞങ്ങളതിന് കിളികൾക്ക് കുടിവെള്ളം വെച്ചല്ലോ. എത്ര കിളികളാണ് വന്ന് കുടിച്ചിട്ട് പോയത്. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ വെറുതെ വെള്ളം ചീറ്റിച്ച് കളയുന്നത് വലിയ മോശമാണ്. ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ശരി മുത്തശ്ശി, അവർ രണ്ടുപേരും പറഞ്ഞു. ചിന്നു ഓടി ചെന്ന് ടാപ്പടച്ചു.